ഒരു തക്കാളിയും അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് സവാളയും വെച്ച് ഒരു അടിപൊളി കറി നമുക്കൊന്ന് തയ്യാറാക്കാം. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പാനെടുത്ത് അടുപ്പത്ത് വെച്ചു. അതിലേക്ക് നമ്മുടെ നേരത്തെ തന്നെ സ്ലൈസ് ചെയ്ത് വെച്ചിരുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 തക്കാളി സ്ലൈസ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു സവാള കനം കുറച്ച് സ്ലൈസ് ചെയ്തതാണ്. എരിവിന് വേണ്ടി ഒരു 8 പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് കുറച്ച് മതിയെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചതച്ച് തന്നെ ചേർത്ത് കൊടുക്കുക, എന്നാലേ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് പുളി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഞാനിവിടെ വാളംപുളിയാണ് എടുത്തിട്ടുള്ളത്, അതും കൂടെ പിഴിഞ്ഞൊഴിച്ച് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വാളംപുളിക്ക് പകരം കുടംപുളിയും ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ കൂടി ചേർത്തതിന് ശേഷം കൈ വെച്ച് നല്ലോണം ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ഈ സവാളയും അതുപോലെ തന്നെ തക്കാളിയും നല്ലോണം ഒന്ന് ഉടഞ്ഞിടണം. അപ്പോൾ ഇവിടെ ഞാനിവിടെ നല്ലോണം തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ സവാളയും തക്കാളിയും കുക്കായി കിട്ടാനുള്ള വെള്ളമാണ്. അതും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇനി നമ്മളിത് കുക്കാകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് നാളികേരമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനി എരിവിന് വേണ്ടി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു. നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണോ അതിനനുസരിച്ച് ചേർക്കുക. നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ കഷ്ണങ്ങളെല്ലാം നല്ലോണം ഒന്ന് കുക്കായി കിട്ടിയിട്ടില്ല, ഒരല്പം കൂടെ കുക്കാകാനുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യുകയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. 2 തക്കാളിയും ഒരു ചെറിയ സവാളയും മാത്രം മതി നമ്മുടെ ഈ കറി തയ്യാറാക്കാൻ വേണ്ടി. നമ്മുടെ കഷ്ണങ്ങളെല്ലാം നല്ലോണം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. തക്കാളിയെല്ലാം നല്ലോണം വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സവാളയും മുളകും എല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഗ്രേവി ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ച ഗ്രേവി ചേർത്തു. അതിനുശേഷം വെള്ളം ചേർക്കാം. തിക്നെസ് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് നല്ലോണം വെട്ടി തിളച്ചിടണം. ഈ സമയം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് വെട്ടി തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. വളരെ ടേസ്റ്റിയായ ഈ കറി എല്ലാവരും ഒരിക്കലെങ്കിലും മസ്റ്റായിട്ടും തയ്യാറാക്കി നോക്കും. എന്തായാലും നമ്മൾ ദിവസം കറികളൊക്കെ തയ്യാറാക്കണുണ്ടല്ലോ, ഒരുപാട് കറികൾ തയ്യാറാക്കും. അതുപോലെ ഈ കറി ഒരു ദിവസം ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. അപ്പോൾ അതിനുവേണ്ടി ഓയിൽ ഒഴിച്ചു. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് ഉലുവ ഒന്ന് മൂത്ത് വരാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മുളക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടാണ് ചേർത്ത് കൊടുത്തത്. നമ്മുടെ ഈ ചെറിയ ഉള്ളി ഓയിലിൽ കിടന്ന് മൂത്ത് വരുമ്പോൾ കറിക്ക് ഒരു പ്രത്യേക മണവും ടേസ്റ്റും കിട്ടും. അല്പം കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ പെട്ടെന്നല്ലേ തയ്യാറാക്കിയെടുത്തത്, ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ലാതെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എഴുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓണാക്കി വയ്ക്കണേ, എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.